ഉത്തർപ്രദേശ് ബിജെപിയിലെ ഭിന്നതകൾ മറനീക്കി പുറത്തു വന്നതോടെ പാർട്ടി വലിയൊരു പ്രതിസന്ധിയുടെ പിടിയിലാണ്. യോഗി പക്ഷവും ദേശീയ നേതൃത്വവും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളും സ്വന്തം തട്ടകത്തിൽ തന്നെ യോഗിക്കെതിരെ കരുക്കൾ നീങ്ങുന്നതും തീപിടിച്ച രാഷ്ട്രീയ ചർച്ചകൾക്കിടയാക്കി. മോദിയും അമിത്ഷായും യോഗിയും ചേർന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തെ പതിറ്റാണ്ടുകളോളം നയിക്കുമെന്ന നറേറ്റീവാണ് ഇവിടെ തകർന്നു വീഴുന്നത്. വ്യക്തിബന്ധങ്ങളെക്കാൾ വലുതാണ് അധികാര മത്സരത്തിന്റെ ചലന നിയമമെന്നത് യു പിയിലും സത്യമായിരിക്കുന്നു. യു പിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കപ്പെട്ട ആഭ്യന്തര വിശകലന റിപ്പോർട്ടാണ് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചത്. റിപ്പോർട്ടിന് പിന്നാലെ ആഭ്യന്തര വിശകലന യോഗത്തിൽ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ നടത്തിയ പാർട്ടിയേക്കാൾ വലുതല്ല സർക്കാർ എന്ന പരാമർശവും പ്രത്യക്ഷത്തിൽ യോഗിക്കെതിരായിരുന്നു. കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടിൽ ബി.ജെ.പി. നേരിട്ട തിരിച്ചടിയുടെ 6 കാരണങ്ങളാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇവ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഭരണപക്ഷം സംവരണം അട്ടിമറിക്കുകയാണെന്ന പ്രചരണം ജനങ്ങൾക്കിടയിൽ ഫലപ്രദമായി എത്തിക്കുന്നതിൽ പ്രതിപക്ഷം വിജയിച്ചു. 3 വർഷത്തിനിടെ 15 ചോദ്യപേപ്പർ ചോർച്ചകൾ സംസ്ഥാനത്തുണ്ടായി. ഇത് പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് ശക്തി പകർന്നു. ഉദ്യോഗസ്ഥർക്ക് സർക്കാർ അമിത അധികാരം നൽകി. ജനപ്രതിനിധികളെക്കാൾ മുകളിലായി ഉദ്യോഗസ്ഥരുടെ സ്ഥാനം. മുഖ്യമന്ത്രിക്ക് പ്രിയപ്പെട്ടവർ തലപ്പത്തെത്തി. ഇത് പാർട്ടിയിലും പ്രവർത്തകരിലും സാധാരണ ജനങ്ങളിലും കടുത്ത അതൃപ്തി സൃഷ്ടിച്ചു. സർക്കാർ ജോലിയിലേക്കുള്ള നിയമന സംവിധാനങ്ങൾ സംസ്ഥാനത്ത് അട്ടിമറിക്കപ്പെട്ടു. പല സർക്കാർ ജോലികളിലേക്കും താൽക്കാലിക നിയമനങ്ങളായി. പാർട്ടിക്ക് പ്രിയപ്പെട്ടവരെ സർക്കാർ ജോലികളിൽ തിരികെ കയറ്റി. ഇത്തരം പിൻവാതിൽ നിയമനങ്ങൾ സാധാരണ ജനങ്ങളുടെ തൊഴിൽ പ്രതീക്ഷകളെ ഇല്ലാതാക്കുകയും സർക്കാരിലുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടമാക്കുകയും ചെയ്തു. ദളിത് വിഭാഗത്തോടുള്ള അവഗണന യു പിയിൽ പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായി. യോഗി സർക്കാർ സവർണർക്കൊപ്പമാണെന്ന പ്രതീതി സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെട്ടു. രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായ സംഭവങ്ങളിൽ ഇരകൾക്കൊപ്പം നിൽക്കാൻ സർക്കാരിനായില്ല. പിന്നോക്ക വിഭാഗങ്ങളായ കുറുമി മൗര്യ വോട്ടുകളും ബി.ജെ.പിക്ക് നഷ്ടമായി. ഈ സാഹചര്യം പരമാവധി മുതലെടുക്കാൻ എസ്.പിക്കായി. സംസ്ഥാനത്തെ ഏറ്റവും വലിയ വോട്ട് ബാങ്കുകളിൽ ഒന്നായ രജ്പുത് വിഭാഗത്തിൽ നിന്നും വലിയ തോതിൽ വോട്ട് ചോർച്ചയുണ്ടായി. മുന്നാക്ക വിഭാഗമായ രജ്പുത് വോട്ടുകൾ പോലും നഷ്ടമാകുന്ന സാഹചര്യം ഭരണവിരുദ്ധ വികാരത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. പിന്നോക്ക സംവരണത്തിനെതിരെ യു പി ബി.ജെ.പിയിലെ ചില പ്രധാന നേതാക്കൾ നടത്തിയ പരാമർശങ്ങൾ വലിയ വിവാദമായി. പ്രതിപക്ഷം ഇതിനെ പ്രചരണായുധമാക്കി. ആഭ്യന്തര വിശകലന റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പരാജയത്തിന്റെ കാരണങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് യോഗിക്ക് നേരെയാണ്. ഒ.ബി.സി. വിഭാഗത്തിൽ നിന്നൊരു നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്ന താല്പര്യം പോലും ചില പ്രധാന നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും ബി.ജെ.പിക്ക് അകത്തും പുറത്തും യു പി രാഷ്ട്രീയം തിളച്ചു മറിയുകയാണ്. ശക്തി ആർജിച്ച പ്രതിപക്ഷത്തെ തന്ത്രപരമായി ബി.ജെ.പി. എങ്ങനെ നേരിടും എന്നതാണ് ഇനി അതിനിർണായകം.